ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും രണ്ട് തീരുമാനവും രണ്ട് നിലപാടും സ്വീകരിക്കേണ്ടി വരുന്നത് ഒരു പാർട്ടിയുടെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. NCPയെ സംബന്ധിച്ച് അത്തരത്തിൽ വലിയ പ്രശ്നങ്ങളിലൂടെയൊക്കെ ആയിരുന്നു കഴിഞ്ഞ കാലങ്ങളിൽ കടന്നുപോയത്. NCP ദേശീയ തലത്തിൽ BJPക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുമ്പോൾ NCPയുടെ മന്ത്രിയായി ശശീന്ദ്രൻ ഇടതുപക്ഷത്തിൻ്റെ മന്ത്രിസഭയിൽ കേരളത്തിൽ മന്ത്രിയായിരിക്കുമ്പോൾ സ്വാഭാവികമായും ഒരു സമ്മർദ്ദം ദേശീയ തലത്തിൽ നിന്നും സംസ്ഥാന തലത്തിൽ നിന്നുമൊക്കെ NCPയുടെ കേരള ഘടകത്തിന് ഉണ്ടായിരുന്നു. അതിൽ അഭിപ്രായം പറയുവാൻ കഴിയാതെ NCPയുടെ സംസ്ഥാന നേതാക്കന്മാർ നിശബ്ദരായിരിക്കേണ്ട ഒരു അവസ്ഥയായിരുന്നു കഴിഞ്ഞ കാലങ്ങളിൽ രാഷ്ട്രീയ കേരളം കണ്ടിരുന്നത്. അങ്ങനെ ഒടുക്കം ഒരു തീരുമാനമെടുക്കുന്നു. BJPയുമായി യാതൊരു തരത്തിലുള്ള സഖ്യത്തിനും തങ്ങൾ തയ്യാറല്ല. കേരളത്തിൽ ഇടതുപക്ഷത്തിന് അനുകൂലമായ ഒരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് NCP മുൻപോട്ട് പോകും. NCP എന്ന ദേശീയ പാർട്ടിയുമായി കേരളത്തിലെ NCPക്ക് യാതൊരു പങ്കുമില്ല എന്നൊരു തീരുമാനമെടുക്കുന്നു. പക്ഷെ പിന്നീട് പുതിയതായി ഒരു പാർട്ടി രൂപീകരിക്കാം, ആ പാർട്ടിയിൽ NCPയുടെ അതേ നേതാക്കന്മാരെ വെച്ചുകൊണ്ട് തന്നെ ഒരു പാർട്ടി രൂപീകരിക്കാമെന്ന തീരുമാനത്തിലേക്ക് എത്തുന്നു. പക്ഷേ ഇപ്പോൾ പ്രശ്നം അതിലും ഗുരുതരമായി മാറിയിരിക്കുകയാണ്. NCPയുടെ ഭാഗത്തു നിന്നും 2 MLAമാരാണ് ഇടതുപക്ഷ പാളയത്ത് ഉള്ളത്. ആ MLAമാരിൽ ഒരാളെ മന്ത്രിയാക്കി. സ്വാഭാവികമായും മറ്റേയാൾക്കും മന്ത്രിസ്ഥാനം അലങ്കരിക്കണമെന്ന ആഗ്രഹം കാര്യമായി തന്നെ ഉള്ളിലുണ്ടാകാം. ഈ മുതിർന്ന നേതാക്കന്മാരെ രണ്ടുപേരെയും പരിഗണിക്കുന്നത് എങ്ങനെയെന്ന ചർച്ചകളൊക്കെ ഇപ്പോൾ കാര്യമായി ഇടതുപക്ഷ പാളയങ്ങളിൽ നടക്കുകയാണ്. ഇടതുപക്ഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായ തോമസിന് മന്ത്രിയാകണമെന്ന് NCPയിൽ അറിയിച്ചതോടുകൂടി അവിടെ അടി തുടങ്ങിയിരിക്കുകയാണ്. മന്ത്രിസഭാ പ്രവേശനത്തിനായി വീണ്ടും NCPയുടെ തോമസ് കെ തോമസിൻ്റെ സമ്മർദ്ദം കൂടിയിരിക്കുകയാണ്. ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം AK ശശീന്ദ്രനു പകരം തനിക്ക് മന്ത്രിസ്ഥാനം വേണമെന്ന ആവശ്യത്തിലാണ് പാർട്ടിയിലെ രണ്ടാമത്തെ MLA ആയ തോമസ് ദേശീയ അധ്യക്ഷൻ ശരത് പവാറിനെ സമീപിക്കാൻ ഒരുങ്ങിയത്. സംസ്ഥാന പ്രസിഡന്റ് PC ചാക്കോയുടെ നേതൃത്വത്തിലുള്ള ഔദ്യോഗിക വിഭാഗം തോമസിന്റെ അവകാശവാദങ്ങളെ അംഗീകരിക്കുന്നില്ല. ആദ്യം തോമസ് പാർട്ടിക്ക് വിധേയനാകട്ടെ എന്നാണ് അവരുടെ പക്ഷം. തനിക്കും ശശീന്ദ്രനും 2.5 വർഷം വീതം മന്ത്രിസ്ഥാനം നൽകാമെന്ന ധാരണ മന്ത്രിസഭാ രൂപീകരണ വേളയിൽ തന്നെ ഉണ്ടെന്നാണ് തോമസിന്റെ വാദം. എന്നാൽ കേന്ദ്ര സംസ്ഥാന നേതൃത്വങ്ങൾ ഇത് അംഗീകരിച്ചിട്ടില്ല. തോമസും ചാക്കോയും തമ്മിലെ ഭിന്നത രൂക്ഷമായപ്പോൾ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KR രാജന്റെ നേതൃത്വത്തിൽ പ്രശ്നപരിഹാരത്തിനായി 4-അംഗ സമിതി രൂപീകരിച്ചിരുന്നു. പാർട്ടിക്ക് വിധേയമായി പ്രവർത്തിക്കാമെന്നും ചാക്കോയുടെ നേതൃത്വത്തിനെതിരെയുള്ള പരസ്യ പ്രസ്താവനകൾ അവസാനിപ്പിക്കാമെന്നും വ്യക്തമാക്കി പവാറിന് കത്തു നൽകാൻ സമിതി തോമസിനോട് ആവശ്യപ്പെട്ടിരുന്നു. ചർച്ചയിൽ അദ്ദേഹം അക്ഷരം പ്രതി അനുസരിച്ചെങ്കിലും തുടർ നടപടികൾ ഉണ്ടായില്ല. കഴിഞ്ഞ ദിവസം ചേർന്ന സംസ്ഥാന നേതൃയോഗത്തിൽ തോമസ് പങ്കെടുത്തുമില്ല. വനം വകുപ്പുമായി ബന്ധപ്പെട്ട തുടർ വിവാദങ്ങൾ കൂടി ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ശശീന്ദ്രനു പകരം തനിക്ക് അവസരം നൽകണമെന്നാണ് ഇപ്പോൾ തോമസിന്റെ ആവശ്യം. താൻ കൂടി MLA ആയിരിക്കുന്നത് കൊണ്ടാണ് 2.5 വർഷത്തിനു ശേഷവും ശശീന്ദ്രൻ തുടരുന്നതെന്ന് തോമസ് പ്രതികരിച്ചു. ഏകാംഗ കക്ഷികൾക്ക് 2.5 വർഷം മാത്രമേ LDF മന്ത്രിസ്ഥാനം നൽകിയിട്ടുള്ളൂ എന്ന കാര്യമാണ് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നത്. ഇതിനും തഴഞ്ഞാൽ അടുത്ത നടപടിക്ക് മുതിരുമെന്ന സൂചനയും പലർക്കും തോമസ് നൽകിയിട്ടുണ്ട്. ദേശീയ തലത്തിൽ NCPയുടെ ഔദ്യോഗിക വിഭാഗമായി മാറിയ അജിത് പവാർ ഗ്രൂപ്പ് തങ്ങളാണ് യഥാർത്ഥ NCP എന്ന അവകാശത്തോടുകൂടി പ്രവർത്തിക്കുന്നുണ്ട്. ചാക്കോ വിഭാഗത്തിൻ്റെ പേര് ഇപ്പോൾ യഥാർത്ഥത്തിൽ NCP-S എന്നാണ്. അതായത് ചുരുക്കി പറഞ്ഞാൽ തോമസ് ഇനി കരുനീക്കങ്ങൾ മാറ്റുവാൻ പോകുന്നു. ഇടതുപക്ഷത്തിനോടൊപ്പം അടിയുറച്ചു നിൽക്കാമെന്ന തീരുമാനത്തിൽ ചില വ്യതിയാനങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതയും ഏറെയാണ്. താൻ കൂടി MLA ആയിരിക്കുന്ന സഭയായതുകൊണ്ടാണ് 2.5 വർഷത്തിലേറെയായി ശശീന്ദ്രന് മന്ത്രിയായിരിക്കുവാൻ സാധിക്കുന്നതെന്നും താൻ മറ്റ് നടപടികളിലേക്ക് പോകുവാൻ ഒരുക്കമാണെന്നും അതിനുള്ള നടപടികൾ ആരംഭിച്ചു എന്നും അദ്ദേഹം പാർട്ടിക്കുള്ളിലെ മറ്റ് വ്യക്തികളോട് വ്യക്തമാക്കുമ്പോൾ ഒരു പക്ഷേ അദ്ദേഹം ദേശീയ തലത്തിൽ NCP എടുത്ത തീരുമാനത്തിനോട് അനുഭാവം പ്രകടിപ്പിക്കുവാനാണോ തീരുമാനിച്ചിരിക്കുന്നത് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കോൺഗ്രസിൽ നിന്ന് പലരും BJPയിലേക്ക് പോകുന്നു എന്ന വാർത്ത കാര്യമായി പ്രചരിപ്പിച്ച ഇടതുപക്ഷത്തിന് തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിൽ വലിയ ക്ഷീണമാണ് അനുഭവിക്കേണ്ടി വന്നത്. ഇടതുപക്ഷത്തിൻ്റെ LDF കൺവീനറായ EP ജയരാജൻ അടക്കമുള്ളവർ BJPയിലേക്ക് പോകുന്നു എന്ന അവസ്ഥയിലേക്കാണ് ഏറ്റവും ഒടുവിൽ CPMന് വന്നു നിൽക്കേണ്ടി വന്നത്. ഈ സാഹചര്യത്തിലാണ് LDFിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകകക്ഷിയായി നിൽക്കുന്ന NCPയുടെ MLA ആയ തോമസ് BJPയിലേക്ക് പോകാൻ സാധ്യതകളും സൂചനകളും പ്രകടിപ്പിക്കുന്നത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള 14 ജില്ലകളിലെയും ലോക്സഭാ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികൾ NCPയുടെ കൊടി അടക്കം ഉയർത്തിയായിരുന്നു മുദ്രാവാക്യം വിളിയും പ്രചരണ പരിപാടികളും. എന്നാൽ ഇടതുപക്ഷത്തും അതേ കൊടി ഉയർന്നിരുന്നു. സ്വാഭാവികമായും കേരളത്തിൽ വീർപ്പുമുട്ടിയിരുന്ന NCPക്ക് ഇപ്പോൾ മറ്റൊരു തലവേദന കൂടി ആയിരിക്കുകയാണ്.
തോമസിനെയും കൂടി ഉൾക്കൊണ്ടാൽ, ശശീന്ദ്രനെ തഴഞ്ഞാൽ എന്താകും രാഷ്ട്രീയ കേരളത്തിൽ ഉണ്ടാകുവാൻ പോകുന്ന അടുത്ത തിരിച്ചടി? ഇനി തോമസിനെ ഉൾക്കൊള്ളാതിരുന്നാൽ, അദ്ദേഹം BJPയിലേക്ക് പോയാൽ അത് ഇടതുപക്ഷത്തിന് വലിയ തലവേദനയും നാണക്കേടുമായി മാറുമെന്നത് നിസ്സംശയം പറയുവാൻ സാധിക്കും.